ആദ്യം ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേ കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നോട്ടെ. എന്നിട്ട് ഉടനെ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ആവശ്യത്തിന് എരിവിനെടുത്തോ, ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനൊരു 3 എണ്ണമാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടനെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഒരുവിധം മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. എരിവിന് പച്ചമുളകുണ്ട്. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച 3 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും അത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് നോക്കുക, വെള്ളം ചേർക്കുക. എന്നിട്ട് കുറച്ച് പൊടിച്ച് വെച്ച അണ്ടിപ്പരിപ്പുണ്ട്, ഒരു 10 എണ്ണം, അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 1-ാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്ത് വിതറി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അടിപൊളി വാജിക്കറി ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് പൂരിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്നതാണ്.